വെച്ചാൽ മതി. പത്ര പേപ്പർ എന്തെങ്കിലും നല്ലപോലെ ഇട്ടിട്ട് അതിന്റെ പുറത്തിട്ടാൽ മതി. പൊട്ടിപ്പോയത് കപ്പ കിട്ടിപ്പോയോ? ഇത് ഫുൾ ഡ്രസ്സിലാണല്ലോ. അതെ അതെ. ഇത് ഞങ്ങൾ പണ്ട് ഈ ചെറിയ കപ്പ നോക്കി നമ്മൾ കഴിക്കുന്നില്ലേ? ഭീമൻ കപ്പ ഞങ്ങൾ പൊക്കിയെടുത്ത്. കപ്പ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. ഏതാ അച്ചാച്ചി അവിടെ ഇപ്പുണ്ടായിരുന്നല്ലോ. കിടങ്ങറായാലും കൊണ്ടുണ്ട് ചാച്ചി. ആ ഇതിലൊരു കഷ്ണേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ ഉണ്ടായ മഴയത്ത് പോയതാണ്. തൂമ്പായോ? അമ്മച്ചി അത് മുറിഞ്ഞു പോയി. വലിയ കപ്പയായിരുന്നു ഇത്. പക്ഷെ 2-3 വട്ടം വീണിട്ടൊന്ന് നേരെ നേരെ വെക്കുമായിരുന്നു. അതോടിഞ്ഞു പോയി. തൊലി വളർന്നു പോയി. അപ്പൊ ഈ മുറിഞ്ഞു പോയ കപ്പ അതെ എങ്ങനെ ഇടാൻ? കപ്പ കിട്ടിയോ? കുഞ്ഞിക്കപ്പ കിട്ടിയോ? കാണിച്ചു അമ്മ കണ്ടില്ല. പേരെന്തോ? പിന്നെ കുഞ്ഞാന്ന് പറഞ്ഞു. അറ കുഞ്ഞാ? കുഞ്ഞല്ല, ഇത് ചെറിയ കപ്പയാണ് ഞാൻ പറഞ്ഞേ. ഇത് നേരെ വെക്കാൻ പറ്റൂലല്ലോ. പാതി പൊട്ടി കണ്ടോ? അമ്മ ഒരെണ്ണം വേണ്ട മൊത്തം മുറിഞ്ഞതാണ്ട് പോയി. മറ്റൊന്നും ചീഞ്ഞു പോകും. ഇത് മറ്റേ ഓയിൽമെന്റിന്റെ കൊച്ചോന്റെ കൂടെ ഇട്ട് ബാക്കി കണ്ടോ? ഭീമൻ കപ്പയുടെ എന്നെ മോനെ എന്ന് വെച്ചാ പോയി കപ്പ പോയോ? അശ്ശോ, കപ്പ എവിടെ പോയി? പിന്നെ താഴോട്ട് കപ്പ ഉണ്ടോ? എവിടെ? താഴെയോ? അതുപോലെ കപ്പ കിട്ടും. കപ്പ ഉണ്ടാക്കി കഴിക്കുന്ന എല്ലാവരും പുകച്ചിന് ഇച്ചിരി ആശ്വാസം ഉണ്ടായിരിക്കും. അതെന്നാ ചെയ്യണമെന്നറിയോ? ഞങ്ങള് വരുന്നതിന് മുമ്പാണെങ്കിലും രാവിലെ കിട്ടിയടാ അത്. പക്ഷെ എനിക്കൊന്ന് താഴോട്ട് പോയെന്ന് തോന്നുന്നു. എൻ്റെ അറ്റം എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? ആ കിട്ടി. നല്ല വലിപ്പം. അങ്ങനെ വലിയ കപ്പ. ഇത് നല്ല വിളവായി. എന്താ നല്ല വലിപ്പമുണ്ട്. ഏതാ എങ്ങനെ? കപ്പ കൊള്ളാവോ? കഴിച്ചേ? കൊള്ളാൻ നോക്കി. കപ്പ തന്നെ ഇങ്ങനെ വീണെങ്കിൽ നല്ലതായിരുന്നല്ലോ.